Kalyan Media Cell. സ്നേഹനാദത്തിലേക്ക് സ്വാഗതം. നോമ്പ് കാലത്തിലെ ഈ ആഴ്ചയിൽ ദൈവത്തിന്റെ സ്നേഹം എന്ന പുണ്യത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. ദൈവത്തിന്റെ സ്നേഹം എത്ര പറഞ്ഞാലും മതി വരില്ല അല്ലേ? തെറ്റ് ചെയ്താലും സ്നേഹിക്കും, മറന്നു പോയാലും സ്നേഹിക്കും. എന്നാൽ നമുക്കാകുമോ അങ്ങനെ സ്നേഹിക്കാൻ? നിന്നെ അവഗണിച്ച ഒരാളെ പൂർണ്ണ മനസ്സോടെ സ്നേഹിക്കാൻ നിനക്ക് സാധിക്കുമോ? വില തരാത്ത ഭർത്താവിനെ ഭാര്യ സ്നേഹിക്കുമോ? നിഷ്കളങ്കയല്ലാത്ത ഭാര്യയെ ഭർത്താവ് സ്നേഹിക്കുമോ? എപ്പോഴും ശിക്ഷിക്കുന്ന മാതാപിതാക്കളെ മക്കൾ സ്നേഹിക്കുമോ? നാടിനും വീടിനും ഉപകരിക്കാത്ത മക്കളെ മാതാപിതാക്കൾ സ്നേഹിക്കുമോ? എന്തിനേറെ പറയുന്നു, നിന്നെ സ്നേഹിക്കാത്ത ഒരാളെ നിനക്ക് സ്നേഹിക്കാനാകുമോ? ഇല്ല അല്ലേ? എന്നാൽ ഇതെല്ലാം സാധ്യമാകുന്ന ഒരേ ഒരാളാണ് നമ്മുടെ യേശു. ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ, നന്ദി ചൊല്ലി തീർക്കുവാനീ ജീവിതം പോരാ. കഷ്ടപ്പാടിൻ കാലങ്ങളിൽ രക്ഷിക്കുന്ന സ്നേഹമോർത്താൽ എത്ര സ്തുതിച്ചാലും മതി വരുമോ? ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ, നന്ദി ചൊല്ലി തീർക്കുവാനീ ജീവിതം പോരാ. എപ്പോഴും ദേഷ്യപ്പെടുകയും എത്രമാത്രം കഷ്ടപ്പെട്ടാലും മനസ്സിലാക്കുവാനും അംഗീകരിക്കുവാനും സാധിക്കാത്ത ഭർത്താവ്, തന്റെ ജോലിത്തിരക്കുകൾ മനസ്സിലാക്കാതെ എപ്പോഴും അസ്വസ്ഥതയും അവഗണനയും മാത്രം സമ്മാനിക്കുന്ന ഭാര്യ, കുറ്റങ്ങളും കുറവുകളുമുള്ള ഒരു ഇണയെയല്ലേ കർത്താവ് നിനക്ക് നൽകിയത്? അത് മനസ്സിലാക്കി ആ കുറവുകളെ ഒന്ന് സ്നേഹിച്ചു നോക്കൂ. ദാമ്പത്യ ജീവിതത്തിലെ ഒട്ടുമിക്ക പ്രശ്നങ്ങളും അതോടെ ഇല്ലാതാകുന്നു. നിങ്ങളുടെ ജീവിതത്തിലും ഇതൊന്ന് ശ്രമിച്ചു നോക്കൂ. മക്കൾ ചെയ്യുന്ന ഓരോ കുഞ്ഞു തെറ്റുകൾക്കും ശിക്ഷണം കൊണ്ട് മാത്രം മാതാപിതാക്കൾ മറുപടി പറയാൻ നിന്നാലോ? മക്കളുടെ മനസ്സിൽ ആദ്യം പേടിയും പിന്നീട് അമർഷവും, അത് വളർന്ന് ദേഷ്യവും നിറയും. മറിച്ച് തെറ്റ് ചെയ്താൽ സ്നേഹത്തോടെ അടുത്ത് വിളിച്ച് ആ തെറ്റിലൂടെ ഉണ്ടാകുന്ന ദൂഷ്യങ്ങൾ മനസ്സിലാക്കി കൊടുത്താലോ? വീണ്ടും ആ തെറ്റ് ചെയ്യാൻ പോകുമ്പോൾ മാതാപിതാക്കളുടെ ഈ വാക്കുകളും ക്ഷമിക്കുന്ന ആ സ്നേഹവും അവരെ അതിൽ നിന്നും പിന്തിരിപ്പിക്കും. നിത്യസ്നേഹത്താൽ എന്നെ സ്നേഹിച്ചു, നിത്യസ്നേഹത്താൽ എന്നെ സ്നേഹിച്ചു, അമ്മയേകിടും സ്നേഹത്തേക്കാൾ ലോകം നൽകിടും സ്നേഹത്തേക്കാൾ അങ്ങേ വിട്ടെങ്ങും പോകയില്ല ഞാൻ, അങ്ങേ വിട്ടെങ്ങും പോകയില്ല ഞാൻ, അങ്ങിൽ ചേർന്നെന്നും
നിത്യമായ സ്നേഹം പകർന്നു തന്നുകൊണ്ട് സ്വന്തം അമ്മയേക്കാൾ ഉപരിയായി നിന്നെ സ്നേഹിക്കുന്ന യേശു. ലോകസുഖങ്ങളുടെ പിന്നാലെ നീ ഓടി നടന്നിട്ടും അവിടെ നിന്നൊന്നും നിനക്കു കിട്ടാത്ത ആ സ്നേഹം നിനക്കായി കരുതിവെച്ച യേശു. ആ യേശുവിനെ മറ്റാരെയുംകാൾ ഉപരിയായി നമുക്ക് സ്നേഹിക്കാം. ഈ നോമ്പുകാലത്തിൽ ഭാര്യാഭർത്തൃ സ്നേഹവും മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള സ്നേഹവും സഹോദര സ്നേഹവും നമ്മിൽ നിന്നും കണ്ടാകട്ടെ മറ്റുള്ളവർ മാതൃകയാക്കേണ്ടത്. അതാകട്ടെ മരണത്തോളം നമ്മെ സ്നേഹിച്ച അവിടത്തേക്കുള്ള നമ്മുടെ പാപപരിഹാരം.